സഖിയേ இந்த വേളയിൽ ജാലം ചെയ്യാതെ സഖിയേ இந்த വേളയിൽ ജാലം ചെയ്യാതെ రూపము జూచి బాలజీ బాచి తిని రూపము జూచి బాలజీ బాచి తిని రూపము జూచి బాలజీ బాచి. നമസ്കാരം. നമ്മുടെ ഒരു അന്വേഷണ പരമ്പരയാണ്. ഏതായാലും കലോത്സവങ്ങൾ വരികയാണ് പോവുകയാണെന്ന് പറയുന്ന പോലെ ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ജനുവരി 14 തീയതി തൃശ്ശൂർ നടക്കുകയാണ്. എപ്പോഴും കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. നല്ല ഗ്രേഡ് വിദ്യാർത്ഥികൾ പലരും പിന്തള്ളിപ്പോകുന്നു. കലോത്സവ വേദികൾ പിന്നാമ്പുറങ്ങളിൽ ഉണ്ടാകുന്ന സംഘടനകളുമൊക്കെ നമ്മൾ വർഷങ്ങളായി കാണുന്നുണ്ട്. ഇതിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. നല്ല കുട്ടികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കലോത്സവത്തിന്റെ അപ്പീലുകളുടെ പ്രളയം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിന് പിന്നിൽ ആരാണ് കളിക്കുന്നത്, ആരാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അങ്ങനെ ഒരുപാട് കലാ അധ്യാപകന്മാർ ഒരുപാട് പരാതികളുമായി നമ്മുടെ ചാനലിലേക്ക് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ജനുവരി 14 തീയതി തൃശ്ശൂർ നടക്കുന്ന കലോത്സവമെങ്കിലും നല്ല രീതിയിൽ നടക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്നാണ് നമ്മളും പറയുന്നത്. ഈ പറയുന്ന അധ്യാപകരുടെ വിഷമങ്ങളും അവരുടെ ആ ഒരു കാര്യങ്ങളും എങ്ങനെയാണ് ഈ കലോത്സവ വേദികളിലെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന കാഴ്ചകളും എന്നൊക്കെ അവർ തന്നെ പറയും. നമസ്കാരം, ഞാൻ ഗീതാഞ്ജലി. എൻ്റെ വീട് കൊല്ലം ജില്ലയിലാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം, ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ സംസ്ഥാന സ്കൂൾ കലോത്സവം 14 തീയതി തൃശ്ശൂർ വെച്ച് തുടങ്ങുകയാണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പക്ഷെ കുറച്ച് സങ്കടകരമായ കാര്യങ്ങളുമുണ്ട്. ഈ 14 ജില്ലയിലും കലോത്സവം ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വളരെ ദുഃഖകരമായ അവസ്ഥ. ഞാനൊരു നൃത്ത അധ്യാപികയാണ്. എന്നിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വളരെ കർശനമായി നടത്തുമെന്ന് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനമായ കാര്യം, സ്കൂൾ തലം തൊട്ട് DPI ഇടപെട്ട് അവിടെ ഓരോ വിധികർത്താക്കളെ എടുക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും അവരുടെ ബയോഡേറ്റയൊക്കെ സ്വീകരിച്ച് സെലക്ട് ചെയ്താണ് എടുക്കുന്നത്. സ്കൂൾ കലോത്സവം മുതൽ തന്നെ ആ ഒരു സമ്പ്രദായം കൊണ്ടുവന്നാൽ യഥാർത്ഥ കലാകാരെ ഈ 14 ജില്ലയിലും നമ്മുടെ കേരളത്തിൽ നമ്മൾക്ക് സംസ്ഥാന കലോത്സവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഞാനാണെങ്കിൽ ഒരു 10-30 വർഷമായി പിന്നെ സ്റ്റേറ്റ് കലോത്സവ വിധികർത്താവുമായിരുന്നു. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിധികർത്താവിനെ വിളിച്ച് അവർ പറയുന്നവർക്കായിട്ട് അപ്പീൽ കൊടുത്ത് വിടുകയാണ്. നമസ്കാരം, ഞാൻ കലാമണ്ഡലം രേഖ രാമകൃഷ്ണൻ. കൊല്ലത്താണ് എൻ്റെ വീട്. ചിലങ്ക സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് എന്ന് പറയുന്ന ഒരു നൃത്ത വിദ്യാലയം നടത്തുകയാണ്. ഇപ്പോൾ ഈ വരുന്ന കലോത്സവത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാറ്റങ്ങൾ തുടങ്ങേണ്ടത് നമ്മളുടെ ഏറ്റവും ബേസിക് സ്റ്റേജ് മുതലാണ്. ബേസിക് സ്റ്റേജ് തുടങ്ങുന്നത് സ്കൂൾ കലോത്സവം മുതലാണ്. അപ്പോൾ നമ്മൾ അഴിച്ചുപണി നടത്തുന്നുണ്ടെങ്കിൽ, ഒരു ജഡ്ജിങ് പാനൽ മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ലെവല് അടിത്തറ ശരിയായെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള പോക്ക് കാര്യക്ഷമമായി നടക്കുകയുള്ളൂ. അതിന് ആദ്യമായി ഇതിൻ്റെ സംഘാടക സമിതിയും ഇതിൻ്റെ ഭരണ അധികാരികളും ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പാനലിനെ തീരുമാനിക്കുകയും അവരെ കൊണ്ട് ജഡ്ജ് ചെയ്തതിന് ശേഷം ഈ കുട്ടികളെ മുന്നോട്ട് കടത്തിവിടുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഫസ്റ്റ് വരേണ്ട കുട്ടി ലാസ്റ്റിലേക്ക് മാറുകയും ലാസ്റ്റ് വരേണ്ട കുട്ടി ഫസ്റ്റിലേക്ക് മാറുകയും ചെയ്യുന്നു. അതിന്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു തീരുമാനം നടത്താൻ പറ്റുന്നത് ജഡ്ജിങ് പാനലിനെ മാറ്റുക എന്നുള്ളതാണ്. ആ ജഡ്ജിങ് പാനലിനെ മാറ്റുകയും ഈ മാനുവൽ പരിഷ്കരണം നടത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള കലോത്സവ വേദികൾ കുറ്റമറ്റതാക്കാൻ കഴിയുള്ളൂ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പേര് മഞ്ജുലക്ഷ്മി. ഞാൻ കൊല്ലം പരവൂർ സ്വദേശിയാണ്. കഴിഞ്ഞ 30 വർഷക്കാലമായി ഞാൻ ശാസ്ത്രീയ നൃത്തരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. നിരവധി കുട്ടികളെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ജനുവരി 14 തീയതി നമ്മുടെ സംസ്ഥാന കലോത്സവം തുടങ്ങുകയാണ്. ഇതിലേക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക്. നമ്മുടെ വിധി നിർണയത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വിധി നിർണയം സുതാര്യമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഓരോ കുട്ടികൾക്കും അവരുടെ മാർക്സ് അറിയാനുള്ള സംവിധാനം ഉണ്ടാക്കണം.
എല്ലാ കുട്ടികൾക്കും അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. അത് അനുവദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ വിധി നിർണയം എക്സ്പീരിയൻസ്ഡ് ആയ ക്വാളിഫൈഡ് ആയ നല്ല അധ്യാപകരെ കൊണ്ട് തന്നെ വിധി നിർണയം നടത്തിക്കണം. ഇതിലെ പോരായ്മകൾ ഒരു കുട്ടിയുടെ പ്ലസും മൈനസും എല്ലാം അവർക്ക് അറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്തേ, ഞാൻ ശോഭ മധു. കൊല്ലം ജില്ലയിലെ പ്രാക്കുളം എന്ന സ്ഥലമാണ് എൻ്റെ ജന്മസ്ഥലം. ഞാൻ അവിടെ പ്രണമ്യ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന പേരിൽ ഒരു നൃത്ത സ്ഥാപനം നടത്തി വരികയാണ്. കലോത്സവത്തിനായിട്ട് എൻ്റെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കലോത്സവം എന്ന് പറയുന്നത് പൈസ കൊടുത്ത് പ്രൈസ് വാങ്ങൽ ആണ്. അത് കൊടുക്കാൻ എൻ്റെ കുട്ടികൾക്കും ഇല്ല, നൃത്ത അധ്യാപികയായ എനിക്കുമില്ല. എൻ്റെ ഒരു ചിത്ര ഗോപിനാഥ്. ഞാൻ കൊല്ലം ജില്ലയിൽ കുണ്ട്ര എന്ന സ്ഥലത്ത് സാലപഞ്ചിക സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസ് എന്ന സ്ഥാപനം 22 വർഷമായിട്ട് നടത്തിക്കൊണ്ടുവരികയാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പ് ഡാൻസ് ഏകദേശം 3-4 വർഷങ്ങളോളം ഞാൻ നമ്മുടെ കൊല്ലം ജില്ലയിൽ എൻ്റെ കുട്ടികൾക്ക് സ്റ്റേറ്റ് വരെ പോകാനായിട്ടുള്ള സാധിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം 1-2 വർഷം ഇറങ്ങിയ സമയത്തെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അധികം നമ്മളെക്കുറിച്ച് അധികം ആർക്കും അറിയത്തില്ല. ഡാൻസ് ഐറ്റംസ് എന്ന് പറഞ്ഞാലും വളരെയധികം പൈസ ചിലവ് ചെയ്തിട്ടാണ്. കോസ്റ്റ്യൂംസിന്റെ പൈസ ആയാലും ശരി, ഓർണമെന്റ്സ് ആയാലും ശരി, ഈവൻ റെക്കോർഡിംഗ് പൈസ ആയാലും ശരി തന്നെ നല്ല രീതിയിൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് മുമ്പോട്ട് വരുന്നത്. അപ്പം ഈ പറഞ്ഞ കണക്ക് അത് നല്ല രീതിയിൽ ഒരു ജഡ്ജ്മെന്റ്, അതായത് ആ ചെയ്യുന്ന ജഡ്ജ്മെന്റിനെ വളരെയധികം എല്ലാവർക്കും വളരെ വ്യക്തമാവത്തത് തൻ്റെ പോരായ്മകൾ എന്താണെന്നുള്ളതും അവരുടെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണെന്നും തീർച്ചയായിട്ടും അറിയാനുള്ള റൈറ്റ്സ് തീർച്ചയായിട്ടും ഈ കളിക്കുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും പേരൻസിനും ഉണ്ട്. അത് ആ രീതിയിൽ നമ്മളുടെ ഗവൺമെന്റ് വളരെ സുതാര്യമായ രീതിയിൽ ഇതിൻ്റെ ജഡ്ജ്മെന്റ് കൊണ്ടുവരണം എന്നൊരു വലിയൊരാഗ്രഹമുണ്ട്. ഈ ഒരു കാര്യം ഇല്ലാത്തതിനാൽ പല സ്ഥാപനങ്ങളും പുറകോട്ട് മാറുന്നൊരു രീതിയാണ്. ഒരു വർഷം ഇറങ്ങി കഴിയുമ്പോൾ എന്തിനാണ് ഇനി ഇറങ്ങുന്നത്, ഇനി അടുത്ത പ്രാവശ്യം ഇറങ്ങുമ്പോഴും ഇതേ അവസ്ഥ തന്നെയല്ലേ എന്നൊരു മെന്റാലിറ്റിയാണ് എല്ലാവർക്കും ഉള്ളത്. നമസ്കാരം, ഞാൻ RLV ശക്തികുമാർ, RLV തമ്പി സാറ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ നൃത്തം പഠിച്ചു തുടങ്ങിയത്. തിരുവനന്തപുരത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചിട്ടാണ് തമ്പി സാർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കലോത്സവത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മത്സരങ്ങളൊക്കെ. ആ കാലഘട്ടവും ഈ കാലഘട്ടവും ഒരുമിച്ച് നോക്കുമ്പോൾ വളരെയേറെ വിഷമകരമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ തമ്മിൽ ഒരു സ്നേഹബന്ധം അടുപ്പം ഉണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾ തമ്മിലും പാരൻസ് തമ്മിലും ഒക്കെ ഭയങ്കരമായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു അധ്യാപകനും ഒരു രക്ഷകർത്താവും ഒക്കെ കൂടിയാണ്. ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് എൻ്റെ മകളും മലപ്പുറം ജില്ലയിൽ മത്സരിക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം അർഹത ഉണ്ടായിട്ട് പോലും വളരെ താഴോട്ട് തട്ടിയിട്ട് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള വിധി നിർണ്ണയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാഫിയ സംഘങ്ങൾ ഏറ്റെടുത്തിട്ട് കലോത്സവങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. തമ്പി സാറിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന അതേ മാനുവൽ തന്നെയാണ് ഇപ്പോഴും ഇത് വിദ്യാഭ്യാസ വകുപ്പ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആനുകാലികമായ ഒരു പരിഷ്കാരങ്ങളും അതിനകത്ത് ഇതുവരെ വന്നിട്ടില്ല. പുതിയ ഐറ്റങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നു, പുതിയ ചെയ്യുന്നു. അപ്പീലിൻ്റെ കാര്യത്തിൽ മാത്രം കൊടുക്കേണ്ട പൈസകളുടെ എമൗണ്ടുകൾ മാത്രം അപ്ഡേഷൻ ചെയ്യുന്നു. അതായത് ഈ വർഷങ്ങളായി കണ്ടുവരുന്ന ആ ഒരു കലാപം ഒഴിവാക്കാനുള്ള ഒരു നടപടിയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് മാനുവൽ പരിഷ്കരണത്തോടെ ഉണ്ടാവുന്നില്ല. അതാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ഇത്രയും കാലത്തെ അനുഭവ സമ്പത്ത് വെച്ചിട്ട് അത് എങ്ങനെ റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകാം എന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പീലിന്റെ കാര്യം പറഞ്ഞപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒക്കെ അവര് ജില്ലാ തലത്തിലേക്കുള്ള അപ്പീൽ കൊടുക്കാൻ ഞങ്ങൾക്ക് ഏത് സ്ഥാനമാണെന്ന് പോയി ചോദിക്കുമ്പോൾ അവർ A ഗ്രേഡ് അല്ലേ അപ്പീൽ കൊടുത്തോന്നാ പറയണത്. അപ്പൊ സാമ്പത്തികമായിട്ട് ഒട്ടുമില്ലാത്തവര് പോലും 5000 രൂപ കെട്ടിവെക്കുക എന്ന് വെച്ചാൽ വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ആ പേപ്പറിൽ അപ്പീലിന്റെ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് 7ാമത്തെ കോളത്തില് കുട്ടിയുടെ സ്ഥാനം അറിയണമെന്ന്. അപ്പൊ ഇതൊരു ശരിക്കും പ്രോഗ്രാം കമ്മിറ്റിയും എല്ലാരും കൂടെ ഉള്ള ഒരു കച്ചവടമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ മാനുവൽ പറയുന്നത് ഒരു 12 പേര് മത്സരിച്ചാൽ 12 പേരുടെയും ഗ്രേഡ് മാത്രം പറയുക, മുമ്പിലേക്ക് പോകുന്ന ഓരോ കുട്ടിയുടെ നമ്പർ മാത്രം പറയുക. അപ്പം അത് മാറ്റണം. 12 പേര് മത്സരിക്കുകയാണെങ്കിൽ ഈ 12 കുട്ടികളുടെയും കളിച്ചതിനകത്തെ മികവുറ്റവും അവരുടെ പോരായ്മകളും കൃത്യമായി ജഡ്ജസ് അത് കുട്ടികളെയും
അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർക്കും കൺവേ ചെയ്ത് കൊടുക്കണം. അതിന് കഴിവുള്ള ആൾക്കാരെ വേണം ഈ കലോത്സവത്തിലെ വിധികർത്താക്കളായി തിരഞ്ഞെടുക്കേണ്ടത്. സംസ്ഥാന തലത്തിൽ ഓക്കെ ആ ഒരു രീതിയിലാണ് നടക്കുന്നത്. അതേപോലെ തന്നെ വേണം ജില്ലാ തലത്തിലും സബ് ജില്ലാ തലത്തിലും സ്കൂൾ തലത്തിലും വരേണ്ടത്.